നമസ്കാരം. എല്ലാവരും നെല്ലുണക്കുമ്പോൾ കുരങ്ങൻ വാലുണക്കി എന്നൊരു ചൊല്ലുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുമ്പോഴാണ് ഒരു ബുദ്ധിജീവി ഉണ്ടാകുന്നത്. ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാസനാവികൃതികൾ കൊണ്ടും ഏറെ വ്യത്യസ്തനായ ഒരു വിപ്ലവകാരിയും സത്യാനന്തരകാല കുമാരനുമാണ് നമ്മുടെ എം സ്വരാജ്. യുദ്ധക്കൊതിയന്മാരെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് പനിനീർ പുഷ്പങ്ങളെയും പുസ്തകങ്ങളെയും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയും ശലഭതീരങ്ങളെയും സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ യുവ നേതാവ് ജീവിക്കുന്നത്. കുണ്ടന്നൂരും കൂനാമുച്ചിയിലും മാത്രമല്ല എം സ്വരാജിൻ്റെ ബന്ധുഗ്രഹങ്ങളും വേണ്ടപ്പെട്ടവരുമുള്ളത്. പൂഞ്ചിൽ ചിറ്റപ്പൻ്റെ മക്കളും കോട്ട്ലായിൽ കുഞ്ഞമ്മയുടെ മകനുമുണ്ട്. നമ്മുടെ നാട്ടിൽ മരിച്ചു വീണവരെപ്പറ്റി ഒന്നും പുള്ളിക്ക് വേവലാതിയേയില്ല. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് അയക്കുന്ന ഏത് മിസൈലും പതിക്കുന്നത് സ്വരാജിൻ്റെ നെഞ്ചിൻകൂട്ടിലാണ്. താൻ അയച്ച ബ്രഹ്മാസ്ത്രത്തെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വഴിതിരിച്ചു വിട്ട അശ്വത്ഥാമാവിനെ പോലെ വല്ല രക്ഷയുമുണ്ടായിരുന്നെങ്കിൽ സ്വരാജ് ഇന്ത്യ അയക്കുന്ന പൃഥ്വി മിസൈലിനെ രാജ്യത്തിന് നേരെ തിരിച്ചുവിട്ടേനെ. എന്താണ് ശരിക്കും ഈ സ്വരാജിൻ്റെ പ്രശ്നം? പിണറായിയും ഗോവിന്ദനും ഹമാസിനു വേണ്ടി വേദനിക്കുന്ന ബേബിയും വരെ ഇന്ത്യയുടെ തിരിച്ചടിയെ കൈയടിച്ചു പാസാക്കി. പക്ഷേ സ്വരാജിൻ്റെ വേദന ആരറിയാൻ? സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധമെന്നത് അതിർത്തിയിലെ പൂരമാണ് എന്നാണ് സ്വരാജ് FBയിൽ കുറിച്ചത്. ഒപ്പം എം മുകുന്ദൻ്റെ ദിൽഹി ഗാഥകളിലെ ചില നിമിഷങ്ങളും പങ്കുവയ്ക്കുന്നു. ഒരർത്ഥത്തിൽ വളരെ മനുഷ്യത്വപരമായ ചിന്തകളും ആശങ്കകളുമാണ് എം സ്വരാജ് പങ്കുവച്ചിട്ടുള്ളത്. യുദ്ധം മാനവരാശിക്കുണ്ടാക്കുന്ന വലിയ മുറിവുകളെപ്പറ്റി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആശങ്കപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വേണം താനും. പക്ഷേ ഇരട്ടത്താപ്പുകാരനായ ഒരു കപട കമ്മ്യൂണിസ്റ്റായി എം സ്വരാജ് മിക്കപ്പോഴും മാറുന്നുണ്ട്. തീവ്രവാദത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തരാതരം പോലെ മാറിക്കൊണ്ടിരിക്കും. ഹമാസിൻ്റെ തീവ്രവാദം ഇയാൾക്ക് ചെറുത്തുനിൽപ്പ് മാത്രമാണ്. ഇസ്രായേലിനെയും പലസ്തീനെയും ഇരുവശത്തായി നിർത്തി നിഷ്പക്ഷമായ വിശകലനം തുടങ്ങുന്ന നിമിഷം തന്നെ കൊടിയ അനീതി നടന്നു കഴിഞ്ഞുവെന്നാണ് സ്വരാജ് മുൻപ് എഴുതിയിട്ടുള്ളത്. പാലസ്തീനുകളിൽ എന്തുതന്നെ ചെയ്താലും അവർ നിരപരാധികളാണത്രേ. ഇതാണ് സ്വരാജിൻ്റെ വാദം. സ്വരാജിൻ്റെ കമ്മ്യൂണിസ്റ്റ് കാപട്യമാണ് ഇപ്പോൾ നവമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം വന്നാൽ ഇദ്ദേഹം ജയമോഹൻ്റെ 100 സിംഹാസനങ്ങളുമായി വരും. ഇന്ത്യ പാക് സംഘർഷം നടന്നാൽ എം മുകുന്ദൻ്റെ ഡൽഹി ഗാഥകളുമായി വരും. സൗകര്യത്തിന് കിട്ടുന്ന ഫിക്ഷൻ വെച്ച് നിലപാട് പറയും. മുട്ടത്തുവർക്കിയുടെ പാടാത്ത പൈങ്കിളി വെച്ച് റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഒരു വിദഗ്ധാഭിപ്രായം പറയൂ സ്വരാജെ എന്നാണ് നവമാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നത്. യുദ്ധമില്ലാതാക്കാൻ പറ്റിയ മാർഗം എന്താണെന്ന ചോദ്യത്തിന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത് രസകരമായ ഒരു മറുപടിയാണ്. എല്ലാ ഭരണാധികാരികൾക്കും, എല്ലാ പട്ടാളക്കാർക്കും, എല്ലാ ഡോക്ടർമാർക്കും, എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും വരട്ടുചൊറി വരണം. വരട്ടുചൊറിയാണ് ഏറ്റവും വലിയ സത്യമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ചൊറിച്ചിൽ തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നിനെപ്പറ്റിയും ചിന്തിക്കില്ല. ഇങ്ങനെ സാഹിത്യകാരന്മാരൊക്കെ യുദ്ധത്തെപ്പറ്റി പല കാര്യങ്ങളും ആലങ്കാരികമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എം സ്വരാജിൻ്റെ ഈ കുത്തിത്തിരിപ്പ് പോസ്റ്റിന് മറുപടി നൽകിക്കൊണ്ട് ആരിഫ് ഹുസൈൻ എഴുതിയത് ഇങ്ങനെയാണ്: ഉടുമുണ്ട് പൊക്കി ആരും മതം നോക്കാൻ വരാത്ത കാലത്തോളം, സ്വന്തം മണ്ണാക്കിൽ ആരും നിർബന്ധിച്ച് കലിമ ചൊല്ലിക്കാത്ത കാലത്തോളം ചിലർക്ക് തീവ്രവാദം എന്നത് എമ്പൂരാനിലെ 4ാം കിട ഷോട്ട് മാത്രമാണ്. കേരള കമ്മ്യൂണിസത്തിൽ പിണറായി VS യുദ്ധം നടന്നപ്പോൾ വന്ധ്യവയോധികനായ അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിക്കണമെന്ന് പറഞ്ഞ ഗുരുത്വമുള്ള ഒരു നേതാവാണ് ഈ സ്വരാജ്. പുള്ളിയാണ് ദേശാഭിമാനിയിലെ റെസിഡന്റ് എഡിറ്ററുടെ ശീതീകരിച്ച മുറിയിലിരുന്ന് സമാധാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നത്. യുദ്ധത്തിനല്ല സ്വരാജ് നമ്മുടെ സപ്പോർട്ട്, നമ്മുടെ സൈന്യത്തിനാണ്. അവർ നൽകിക്കൊള്ളും പാകിസ്ഥാനുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടുകയേ വേണ്ട, കണ്ടിരുന്നാൽ മാത്രം മതി. മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പാലസ്തീൻ അനുകൂല പ്രതിജ്ഞ ചൊല്ലിയ നേതാക്കളെല്ലാം ഇപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള യുദ്ധത്തിന് സപ്പോർട്ട് നൽകുകയാണ്. അല്ലെങ്കിൽ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുമെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. എന്തിനേറെ, കോഴിക്കോട് കക്കോടിയിലെ CPMൻ്റെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ പാകിസ്ഥാന് പിന്തുണയുമായി വന്നിരിക്കുന്നു. ദേശത്തിനപ്പുറമുള്ളവരും മനുഷ്യരാണത്രേ. ഒരു നിമിഷം പാകിസ്ഥാനിലെ പഞ്ചായത്ത് പ്രസിഡന്റാണ് താനെന്ന് ആ പാവവും വിചാരിച്ചു കാണും. കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്നും കുത്തിയതുപോലെ തരം കിട്ടിയാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇന്ത്യയെ കുത്തിയെന്നിരിക്കും. ഇനി വേറൊരു കൂട്ടം മനോരോഗികളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് മതേതരമല്ലെന്നും അത് ഒരു വിഭാഗത്തെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്നുമാണ് അവരുടെ അഭിപ്രായം. എങ്കിൽ പിന്നെ ഓപ്പറേഷൻ കുന്തിരിക്കം എന്നിടാം.
അപ്പോൾ പിന്നെ തീർത്തും മതേതരമാകുമല്ലോ. നന്ദി.